മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള സർക്കാർ ടൗൺഷിപ്പിൽ കൂടുതൽ കുടുംബങ്ങൾ താമസത്തിന് ഒരുങ്ങുന്നു. 16 വീടുകളുടെ താക്കോലുകൾ ജില്ലാ കളക്ടർ വീട്ടുടമകൾക്ക് കൈമാറി. അപേക്ഷ നൽകിയതിന് പിന്നാലെ വീട്ടിലെത്തി പരിശോധിച്ച ശേഷമാണ് താക്കോലുകൾ കൈമാറിയത്. കാളിദാസൻ ദേവദത്തം തയ്യാറാക്കിയ റിപ്പോർട്ട്. സർക്കാർ ടൗൺഷിപ്പിൽ സാങ്കേതികമായി കൈമാറിയ കൂടുതൽ വീടുകളിലേക്ക് കുടുംബങ്ങൾ താമസത്തിനെത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം, വിജയൻ ചേട്ടനും കുടുംബവും ടൗൺഷിപ്പിലെ തങ്ങൾക്ക് ലഭിച്ച വീട്ടിൽ താമസം തുടങ്ങിയിരുന്നു. പാലുകാച്ചൽ പൂർത്തിയായ ഗൃഹപ്രവേശത്തിലേക്ക് കടന്നിരുന്നു. അതിന് പിന്നാലെ തന്നെ കൂടുതൽ കുടുംബങ്ങൾക്ക് അത് പ്രചോദനമാകട്ടെ എന്നും കൂടിയാണ് വിജയൻ ചേട്ടൻ അന്ന് പറഞ്ഞിരുന്നത്. അത് കൂടുതൽ കുടുംബങ്ങൾക്ക് പ്രചോദനമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ടൗൺഷിപ്പിൽ ആദ്യഘട്ടത്തിൽ വീടുകൾ ലഭിച്ച 178 കുടുംബങ്ങൾ, അതിലൊരു കുടുംബമാണ് കഴിഞ്ഞ ദിവസം താമസം തുടങ്ങിയതെങ്കിൽ ഈ ദിവസങ്ങളിൽ കൂടുതൽ കുടുംബങ്ങൾ താമസത്തിലേക്ക് എത്തുകയാണ്. അതിനായി അവർ സാങ്കേതികമായി കൈമാറിയിരുന്നു. അവർക്ക് സാങ്കേതികമായി ആ വീടുകൾ ലഭിച്ചിരുന്നു. എങ്കിലും ഒരു അപേക്ഷ നൽകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ കളക്ടർക്ക് നൽകിയ അപേക്ഷയുടെ പുറത്ത് കളക്ടർ അവരവരുടെ വീടുകളിലെത്തി പരിശോധിച്ച് കുറേ കുടുംബങ്ങൾക്ക്, അതായത് 16 കുടുംബങ്ങൾക്ക് വീടുകൾ സർക്കാർ ടൗൺഷിപ്പിൽ വാസയോഗ്യമായി കൈമാറിയിരിക്കുന്നു. അവർക്ക് താക്കോലുകൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2 ക്ലസ്റ്ററുകളായി 16 വീടുകളിലാണ് ഇപ്പോൾ കളക്ടർ കുടുംബങ്ങൾക്ക് താക്കോലുകൾ നൽകിയിരിക്കുന്നത്. അതിൽ ഒരു വീട്ടിലെ വീട്ടുടമ ഇവിടെയുണ്ട്. ചേച്ചി, ഇപ്പോൾ സാങ്കേതികമായ കൈമാറ്റമൊക്കെ കഴിഞ്ഞു, താക്കോല് കൈ കിട്ടി, ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് താമസം തുടങ്ങുന്നത്? താമസം നമുക്ക് നമ്മളേതായ ചടങ്ങുകളുണ്ടല്ലോ. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിച്ചിട്ടൊരു പൂജയ്ക്കുള്ളൊരു ദിവസം നോക്കണം. എത്രയും പെട്ടെന്ന് താമസിക്കും. മഴയല്ലേ, മഴ വരുന്നുണ്ടല്ലോ, അതിന് മുന്നേറ്റ് ഒരാഴ്ച 2 നമുക്ക് ഇങ്ങോട്ട് താമസം എന്തായാലും 30-ാം തീയതി 31-ാം തീയതിൻ്റെ ഉള്ളിൽ എന്തായാലും താമസിക്കും. പിന്നെ കുറച്ച് ചെറിയ പണികൾ പുറത്ത് ചെയ്യാണ്ട്. സർക്കാർ ടൗൺഷിപ്പിലേക്ക് താമസം തുടങ്ങുമ്പോൾ ഇനിയിപ്പോൾ ഈ ദിനപത്ത വാടക അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ, അതിൻ്റെയൊക്കെ ഇനി മുമ്പോട്ടുള്ളത് എന്താണെന്നുള്ളതൊക്കെ ചോദിച്ചിരുന്നു? ഇല്ല, അത് നമുക്ക് അറിയാം, നമുക്ക് ചിന്തിച്ചാൽ അറിയാമല്ലോ. ഇത്രയും കാലം കിട്ടിയില്ലേ, അതന്നെ വലിയ ഉപകാരം. പിന്നെ ഞാനൊക്കെ 3 മാസം കഴിഞ്ഞ ഉടനെ തന്നെ ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, കിട്ടിയപ്പോൾ പിന്നെ സന്തോഷമായി. ഇത്ര വർഷം നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലേ, അതന്നെ വലിയ ഭാഗ്യം. അതുതന്നെയാണ്. അതിലൊരു കുടുംബത്തിൻ്റെ പ്രതികരണമാണ് കേട്ടത്. ചേച്ചിയുണ്ട്, ചേച്ചിയുടെ മകനുമുണ്ട്. അപ്പം അവർക്ക് താക്കോൽ ലഭിച്ചിരിക്കുന്നു. ഇനി നല്ലൊരു ദിവസം നോക്കി അവർ ഇവിടെ താമസം തുടങ്ങും. അങ്ങനെ 16 കുടുംബങ്ങൾ കൂടി സർക്കാർ ടൗൺഷിപ്പിൽ താമസം തുടങ്ങിയാണ്. ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ആദ്യഘട്ടത്തിൽ കൈമാറിയ സാങ്കേതികമായി ആദ്യഘട്ടത്തിലെ 178 വീടുകളാണ്. ആ ആദ്യഘട്ടത്തിലെ 178 വീടുകളും സാങ്കേതികമായി കൈമാറി എന്നുള്ളതാണ്. ഇനി മുമ്പോട്ടുള്ള വീട്ടുടമകളുടെ ഒരു കടമ്പ എന്ന് പറയുന്നത് അപേക്ഷ നൽകി തങ്ങൾക്ക് താക്കോലുകൾ ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. അങ്ങനെ അവസാനവട്ട പരിശോധനയും കൂടി കഴിഞ്ഞ് താക്കോലുകൾ അവരുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഈ ഒരു താക്കോൽ കൈമാറ്റം പൂർണ്ണമാകുമെന്നുള്ളതാണ്. പിറ്റേ ദിവസം മുതൽ അവർക്ക് താമസിച്ച് തുടങ്ങാം, അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്ന ഒരു ദിവസം മുതൽ താമസിച്ച് തുടങ്ങാമെന്നുള്ളതാണ്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കുടുംബങ്ങൾ ടൗൺഷിപ്പിലേക്ക് എത്തുന്നു. 16 കുടുംബങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ ടൗൺഷിപ്പിലേക്ക് എത്തുന്നു. അങ്ങനെ സർക്കാർ ടൗൺഷിപ്പിലെ കുടുംബങ്ങൾ വാസം തുടങ്ങിയ കുടുംബങ്ങളുടെ എണ്ണം 17ലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ കാര്യം. അതോടൊപ്പം തന്നെ സാങ്കേതികമായി കൈമാറിയ വീടുകളിൽ ബാക്കി 178-ൽ 17 കുടുംബങ്ങളെത്തി. ബാക്കിയുള്ള വീടുകളിലേക്കും ഉടനെ തന്നെ അപേക്ഷകൾ നൽകി മറ്റ് വീട്ടുടമകൾ കൂടി താമസം തുടങ്ങുമെന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത്. കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.